ഹായ് ഹണി ബീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഓരോ റെസിപ്പിയുമായിട്ടല്ലേ ഞാൻ എത്തിയിരുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു 5 ദിവസം ഞങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു സീരീസുമായിട്ട് ഞാൻ വരാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോടുകൂടി എങ്ങനെ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം എന്ന് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തുടർന്നും കാണുന്നതിനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഇന്ന് ഡേ 1 ആണേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നല്ല ചൂടുള്ള സോഫ്റ്റ് പുട്ടും ക്രീമി ആയിട്ടുള്ള കടലക്കറി. അപ്പോ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് കടലക്കറി തയ്യാറാക്കാം. 200 ഗ്രാം കടല നല്ലോണം കഴുകി 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം കേട്ടോ. ഇതൊരു 5 പേർക്ക് കഴിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. കടല ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും കുതിർക്കാനായി വെക്കേണ്ടതാണ്. സാധാരണയായിട്ട് എല്ലാ വീട്ടിലും ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കടല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേക്കും അത് കുതിർന്ന് കിട്ടും. കടല കുതിർത്തെടുക്കാൻ ഇത്രയും സമയം ഇല്ല എന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. അതിനൊരു ടിപ്പുണ്ടേ. കഴുകി വൃത്തിയാക്കിയ കടലയിലേക്ക് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് സോക്ക് ചെയ്തെടുക്കുക. നമ്മുടെ പകുതി സമയം കൊണ്ട് തന്നെ അത് കുതിർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ളത് സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, തക്കാളി 1 എണ്ണം കഷ്ണങ്ങളായി എടുത്തത്, വെളുത്തുള്ളി 5 ചെറിയ കഷ്ണങ്ങള് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, ചെറിയ ഉള്ളി 5 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, വറ്റൽമുളക് 3 എണ്ണം, കറിവേപ്പില, തേങ്ങാപ്പാൽ 1 കപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കുതിർത്തെടുത്ത കടല കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാവേ. ഒരു 5 വിസിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 എണ്ണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്താൽ മതി കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരുന്നത് വരെ ഇത് നല്ലോണം ഇളക്കി കൊടുത്തേക്കണേ. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം. സവോളയും വെളുത്തുള്ളിയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇതിന്റെ നിറം ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. സവോള ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ മസാലക്കൂട്ടുകൾ, അതായത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാലയുടെ ആ പച്ചമണി മാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കടല അതിന്റെ ആ വേവിച്ച വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം കഷ്ണങ്ങളായി വെച്ചിരിക്കുന്ന തക്കാളിയും 1 പിടി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് ഹൈ ഫ്ലെയിമില് ഒരു 4 മിനിറ്റ് നല്ലോണം ഇത് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാല് 1 കപ്പ് തേങ്ങാപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തുടർന്ന് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി കറി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനില് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തേ. കടുക് റെഡിയായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. തുടർന്ന് ഇതിലേക്ക് ചെറിയ ഉള്ളിയും 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് കടലക്കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഇളക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചേ. നമ്മൾ താളിച്ച് ചേർത്തതിന്റെ എല്ലാ ഫ്ലേവറും ഈ ഒരു 10 മിനിറ്റില് നമ്മുടെ കറിയിൽ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇളക്കാൻ പാടില്ല കേട്ടോ. നല്ലോണം അടച്ചു വെക്കുക. ഫൈനലി ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കടലക്കറി ഇവിടെ റെഡി. തേങ്ങാപ്പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ കറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഈ നൈസായിട്ട് പുട്ടും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താലോ? ഞാനിവിടെ 2 ഐറ്റം പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്, അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും. ഇതിന്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പുട്ടിന്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയില്ലല്ലോ, പറഞ്ഞു തരാട്ടോ. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മാർക്കറ്റില് പലതരത്തിലുള്ള പുട്ടുപൊടികൾ ഇപ്പൊ കിട്ടാറുണ്ട് അല്ലേ? അപ്പൊ നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് എപ്പോഴും വലിപ്പം കൂടിയ തരികളോട് കൂടിയുള്ള പുട്ടുപൊടി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചുകൊണ്ട് നനച്ചെടുക്കാവേ. പുട്ടുപൊടി നനച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. തുടർന്ന് നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഗ്യാപ്പില് നമുക്ക് പുട്ടുകുടത്തില് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. തുടർന്ന് പുട്ടുകുറ്റിയിൽ ചില്ലിട്ടതിന് ശേഷം അല്പം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറ്റിയുടെ പകുതിയോളം അരിപ്പൊടി നിറയ്ക്കുക. വീണ്ടും ഇതിലേക്ക് തേങ്ങ നിറയ്ക്കുക, വീണ്ടും അരിപ്പൊടി നിറയ്ക്കുക. അവസാനം ഇച്ചിരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരല്പം തേങ്ങ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് പുട്ടുകുറ്റി അടച്ചതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. പുട്ടുകുടത്തില് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, അതിൽ ആവി വന്നതിന് ശേഷം മാത്രം പുട്ടുകുറ്റി അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വെയിറ്റിംഗ് പീരീഡ് ആണേ. പുട്ടിൽ ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അധിക സമയമൊന്നും ആവത്തില്ല, ഒരു 5-10 മിനിറ്റ് ആവത്തേ ഉള്ളൂ. ആവി വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തേക്കണേ, അതൊന്ന് വെന്ത് വരാനായിട്ടാണേ. തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സെർവിംഗ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. കണ്ടോ എത്ര സിമ്പിൾ ആയിട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയതെന്ന്. ഈ രീതിയിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഒക്കെ ഞാൻ തയ്യാറാക്കുന്നത്. തുടർന്നുള്ള പ്രോസസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്രീമി ആയിട്ടുള്ള കടലക്കറി ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയ ചൂടോടുകൂടെ തന്നെ നമ്മുടെ കടലക്കറിയോടൊപ്പം ഇത് കുഴച്ച് കഴിക്കാവുന്നതാണ്. എത്ര സിമ്പിൾ ആയിട്ടാ നല്ല സോഫ്റ്റ് പുട്ടും ക്രീമി ആയിട്ടുള്ള കടലക്കറിയും വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയതെന്ന് കണ്ടോ? കേരളീയരുടെ പരമ്പരാഗതവും ഇഷ്ടവിഭവമായ പുട്ടിലും കടലക്കറിയിലും ആവശ്യത്തിലേറെ പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് തന്നെ പറയേണ്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കൂടി തന്നെയാണിത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കാം. Thanks for watching. It's your Honeybee. Just do like, share and subscribe.